പ്രിയപ്പെട്ടവരെ, മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ UA ഖാദറിന്റെ 4ാം ഓർമ്മദിനമാണിന്ന്. 7 പതിറ്റാണ്ടോളം നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമെല്ലാമായി മലയാളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ നിറഞ്ഞു നിന്ന കഥാകാരന്റെ ഓർമ്മയിലാണ് സാഹിത്യലോകം. ഇന്ത്യൻ സിനിമയുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന് ഇന്ന് 74ാം പിറന്നാളാണ്. ബാലചന്ദ്രന്റെ അപൂർവ രാഗങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയിൽ തലവൈരയെ മാറിയ രജനിക്ക് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. സമാനതകളില്ലാത്ത ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും ലാളിത്യമാണ് രജനി സ്റ്റൈൽ. പല ഹോട്ടലുകളിലും അദ്ദേഹത്തെ താമസിക്കുന്ന സമയത്ത് ദൂരെ നിന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഒരു ലുങ്കിയൊക്കെ ഉടുത്ത് ഇങ്ങനെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ലോബിയിലൂടെ നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അദ്ദേഹത്തെ സമീപിക്കുമ്പോഴും അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴുമെല്ലാം ആ ലാളിത്യം, രജനി സ്റ്റൈൽ നമുക്ക് അനുഭവപ്പെടും. 13ാം വയസ്സിൽ പഞ്ചാബിന്റെ അണ്ടർ-16 ടീമിൽ കളിച്ച് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച യുവരാജ് സിംഗിന്റെ 43ാം ജന്മദിനമാണെന്ന്. 2011 ലോകകപ്പ് ഇന്ത്യ ഉയർത്തിയപ്പോൾ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് യുവരാജ് സിംഗ് കരസ്ഥമാക്കി. ക്യാൻസറിനോട് പൊരുതി കളിക്കളത്തിലേക്ക് തിരിച്ചു വന്ന യുവരാജ് സിംഗിന് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. മറാഠയുടെ രാഷ്ട്രീയ കുലപതി ശരത് പവാറിന്റെ 84ാം ജന്മദിനമാണ്. 1999 കൂടെ കൂടി അർബുദത്തിനെതിരെ പിടിച്ചു നിന്ന പവാറിന്റെ രാഷ്ട്രീയ ജീവിതം മറ്റൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കൂടുതൽ പവറോടെ പൊരുതാൻ ശരത് പവാറിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഒരു മനുഷ്യൻ അർബുദത്തെ അത്ഭുതകരമായി അതിജീവിച്ച രാഷ്ട്രീയ കുലപതി ശരത് പവാർ, മറ്റൊരാൾ അർബുദത്തെ അത്ഭുതകരമാം അതിജീവിച്ച് കളിക്കളത്തിലേക്ക് തിരിച്ചു വന്ന നമ്മളുടെ പ്രിയപ്പെട്ട യുവരാജ് സിംഗ്, മറ്റൊന്ന് ഒരു കണ്ടക്ടറായി ജീവിതം ആരംഭിച്ച ഗെയ്ക്വാദ്, പിന്നെ രജനീകാന്തായിട്ട് മാറിയ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും മനോധൈര്യവും. ഇതെല്ലാം നമുക്ക് പഠിപ്പിക്കുന്ന ചിലതുണ്ട്. അർബുദ രോഗമാണെങ്കിലും നിങ്ങൾ ജീവിതത്തിൻ്റെ തളർച്ചയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണെങ്കിലും എല്ലാം തിരിച്ചു വരാൻ വഴികളുണ്ട് എന്നാണ് ശരത് പവാർ ആണെങ്കിലും യുവരാജ് സിംഗ് ആണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 500-ലേറെ സിനിമകളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഇഷ്ടതാരമായി മാറിയ നടൻ MG സോമന്റെ ഓർമ്മദിനവും ഇന്നാണ്. നായകനായും വില്ലനായും എത്രയെത്ര വേഷങ്ങൾ. ഈപ്പച്ചനായി പകർന്നാട്ടം നടത്തിയ സോമൻ 1997 മരിക്കുന്നത്. നേരാ തിരുമേനി എന്നുള്ള ഒറ്റ വാചകം കൊണ്ട് MG സോമനെ ആധുനിക കാലത്തെ തലമുറ അടയാളപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ ഇന്നത്തെ വാർത്താ ദിനത്തിൻ്റെ പ്രത്യേകതകളാണ്. നമുക്കിനി പത്രങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഇന്ന് വ്യാഴമാണ്, വർക്കിംഗ് ഡേ ആണ്, സ്കൂളും കോളേജും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ തിരക്കുകളിലേക്ക് നടന്നോളൂ. ഞാൻ പത്രവാർത്തകളിലേക്ക് നടക്കാം. പത്രങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിച്ചാൽ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതൊക്കെ വാർത്തകളാണ് ലീഡാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് ആദ്യം ഞാൻ പറയാം. അതിനുശേഷം പ്രധാനപ്പെട്ട എഡിറ്റോറിയലുകളടക്കം നമുക്കൊന്ന് പരിശോധിച്ച് പോവുകയും ചെയ്യാം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പത്രവാർത്തകൾ. അപ്പോൾ പത്രവാർത്തകൾ കേൾക്കാൻ തയ്യാറായിക്കോളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മളിത് മനോരമ, മാതൃഭൂമി, മാധ്യമം, ദേശാഭിമാനി, ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പത്രങ്ങളിലൂടെയാണ് ആദ്യം കടന്നു പോവുക. മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്തയായുള്ളത് അജിത് കുമാറിന് DGP ആകാം. ഏത് അജിത് കുമാർ? MR അജിത് കുമാർ, നമ്മുടെ പൂരം അജിത് കുമാർ. അപ്പോൾ MR അജിത് കുമാറിന് DGP ആകാം എന്നതാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിജിലൻസിന്റെ അന്വേഷണം സ്ഥാനക്കയറ്റത്തിന് തടസ്സമാവില്ല. IPS സ്ക്രീനിംഗ് കമ്മിറ്റി അനുമതി നൽകിയിട്ടുണ്ട്. ജൂലൈയിൽ വരുന്ന ഒഴിവിൽ DGP റാങ്കിലേക്ക് വേണമെങ്കിൽ MR അജിത് കുമാറിന് എത്താം. ആക്കുമോ ആക്കില്ലേ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇനി പ്രൊവിഡന്റ് ഫണ്ട് തുക ATM വഴി എടുക്കാം എന്നൊരു സന്തോഷ വാർത്തയുണ്ട് ജീവനക്കാർക്ക്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് മാതൃഭൂമി പ്രധാന ലീഡായി നൽകിയിരിക്കുന്നത്. മാധ്യമത്തിൽ സ്കൂൾ പരീക്ഷ മാറുന്നു, ഇനി കടുക്കും എന്ന തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. മികവളക്കാൻ കടുപ്പമേറിയ ചോദ്യങ്ങൾ വരുന്നു. പഠിതാവിന് വെല്ലുവിളി ഉയർത്തുന്ന 20% ചോദ്യങ്ങൾ നിർബന്ധമായും പരീക്ഷയിലുണ്ടാകണം എന്നാണ് തീരുമാനം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ദേശാഭിമാനി മാടായി കോളേജ് നിയമന തർക്കം തെരുവിൽ തള്ളി കോൺഗ്രസ് എന്ന വാർത്തയാണ് പ്രധാന ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. ആ വാർത്തയിലേക്കും വരാം. ദ ഹിന്ദു പത്രത്തിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത് പാർലമെന്റ് സീസ് ഖാവോസ് അമിഡ് BJP കോൺഗ്രസ് ടസിൽ. പാർലമെന്റിൽ തുടർച്ചയായി പാർലമെന്റ് ഇങ്ങനെ സ്തംഭിപ്പിക്കുമ്പോൾ പാർലമെന്റിൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് സ്തംഭനാവസ്ഥയാണ് എന്നാണ് ദ ഹിന്ദു പത്രം പറയുന്നത്. ഒപ്പം പ്രൊട്ടക്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് സേസ് മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് ഇൻ സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ 1991 ആരാധനാലയ നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹർജികൾ എത്തിയതും ദ ഹിന്ദു പത്രം പ്രധാന വാർത്തയായി നൽകുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിലേക്ക് എത്തിയാൽ ടൈംസ് ഓഫ് ഇന്ത്യ ലീഡായി നൽകിയിരിക്കുന്നത് ഒപ്പോസിഷൻ ലൈക്ലി ടു മൂവ് ഫോർ റിമൂവൽ ഓഫ് ഹൈക്കോടതി ജഡ്ജ്. അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയെ നീക്കാൻ വേണ്ടി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നീങ്ങും എന്ന വാർത്തയാണ് ഇപ്പോൾ ദ ടൈംസ് ഓഫ് ഇന്ത്യയും ആദ്യ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത്. ഈ വാർത്തകളിലേക്കൊക്കെ വളരെ വേഗം ഞാൻ എത്താം. അപ്പോൾ തുടങ്ങുന്നത് നമ്മൾ മനോരമയിലെ വാർത്തയിലാണ്. എന്താണ് അജിത് കുമാറിൻ്റെ കാര്യത്തിൽ പത്രം പറയുന്നത് നോക്കാം. വിജിലൻസ് അന്വേഷണം തടസ്സമല്ല. അജിത് കുമാറിന് MR അജിത് കുമാറിന് DGP ആകാം.
IPS സ്ക്രീനിംഗ് കമ്മിറ്റി അനുമതി നൽകി ജൂലൈയിലെ ഒഴിവിൽ DGP റാങ്കിലെത്താം. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ADGP MR അജിത് കുമാറിന് DGP ആകാൻ തടസ്സമില്ല. തിങ്കളാഴ്ച ചേർന്ന IPS സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകി. ചീഫ് സെക്രട്ടറിയും DGPയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്നതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. വരുന്ന ജൂലൈയിൽ ഉണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാർ DGP റാങ്കിലെത്തും. തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച വിജിലൻസ് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു. വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞു. കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചട്ടമുള്ളൂവെന്നും ശാരദാ മുരളീധരൻ പറഞ്ഞു. ഈ 3 കാര്യങ്ങളും നിലവിൽ MR അജിത് കുമാറിനില്ല. അഥവാ കോടതിയിൽ MR അജിത് കുമാറിനെതിരെ ഒരു ചാർജ് ഷീറ്റും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല. അതേപോലെ അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലുമല്ല. അച്ചടക്ക നടപടിക്ക് വേണ്ടി ഒരു മെമ്മോയും ഇപ്പോൾ MR അജിത് കുമാറിന് കൊടുത്തിട്ടുമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം MR അജിത് കുമാറിന് ചട്ടപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് സമസ്തയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മുഷാവറ യോഗത്തിൽ നിന്ന് ജഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നൊരു വാർത്ത മനോരമ തന്നെ ആദ്യ പേജിൽ നൽകുന്നു. ഉമർ ഫൈസി മുക്കം നടത്തിയ കള്ളന്മാർ എന്ന പരാമർശത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ വിഭാഗീയത ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ നിന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഉമർ ഫൈസി മുക്കം നടത്തിയ കള്ളന്മാർ എന്ന പരാമർശത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ജഫ്രി തങ്ങളുടെ ഇറങ്ങിപ്പോക്ക്. ഇതോടെ സമസ്തയിലെ ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ തർക്കം, മുഖപത്രമായ സുപ്രഭാതത്തിലെ പരസ്യം, ലീഗ് ആനുകൂല്യ വിഭാഗത്തിലെ ആദർശ സംരക്ഷണ കമ്മിറ്റി തുടങ്ങിയ വിവാദ വിഷയങ്ങളിലൊന്നും അന്തിമ തീരുമാനമാകാതെ യോഗം പിരിച്ചുവിട്ടു. ഇറങ്ങിപ്പോക്കിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ജഫ്രി തങ്ങളും ഇറങ്ങിപ്പോയി എന്ന പ്രചാരണം തെറ്റാണെന്ന് ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാരും പിന്നീട് വ്യക്തമാക്കി. നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്നലെ ചേർന്ന മുഷാവറ യോഗം സാക്ഷ്യം വഹിച്ചത്. വിവാദ വിഷയങ്ങൾക്ക് പുറമെ മുനമ്പം വിഷയത്തിൽ സമസ്തയുടെ നിലപാട്, ആരാധനാലയ സംരക്ഷണ നിയമം സംബന്ധിച്ച കേസിൽ കക്ഷി ചേരുന്നതടക്കമുള്ള അജണ്ടകൾ യോഗത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കേട്ടത് ഇന്നലെ മുഷാവറയിൽ നടന്നത് വലിയ പൊട്ടിത്തെറിയാണ് എന്നാണ്. പക്ഷേ പൊട്ടിത്തെറി എന്ന നിലയിൽ നിങ്ങൾ കൊടുക്കരുത് എന്നതായിരുന്നു സമസ്തയുടെ നിലപാട്. പക്ഷേ സംഭവം അതുതന്നെയാണ്. നമ്മൾ മാതൃഭൂമിയിലേക്ക് എത്തിയാൽ പ്രിയപ്പെട്ട ജീവനക്കാരൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് തുക ഇനി അപേക്ഷിക്കാൻ വേണ്ടി മേലധികാരിയുടെ മുന്നിൽ പോയി കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രൊവിഡൻറ്റ് ഫണ്ട് തുക നിങ്ങൾക്ക് ഒരു പ്രത്യേക ATM കാർഡ് വഴി എടുക്കാൻ സാധിക്കും. ജനുവരി മുതൽ നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. PF-ൽ നിക്ഷേപിക്കുന്ന പരമാവധി തുക കൂട്ടുകയും ചെയ്യും. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO വരിക്കാർക്ക് ജനുവരി മുതൽ PF തുക ATM വഴി നേരിട്ട് പിൻവലിക്കാം. ഇതിനായി PF അക്കൗണ്ട് ഉടമകൾക്ക് ATM കാർഡുകൾ നൽകും. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം IT സംവിധാനങ്ങൾ നവീകരിക്കുകയാണെന്നും ജനുവരിയോടെ നിർണായക പുരോഗതി ഉണ്ടാകുമെന്നും കേന്ദ്ര തൊഴിൽ സെക്രട്ടറി സുമിത് ദവറ പറഞ്ഞു. ക്ലെയിമുകൾ വേഗം തീർപ്പാക്കാനും തൊഴിലാളികളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്താനും സാമ്പത്തിക സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. PF അക്കൗണ്ടിലെ പണം പിൻവലിക്കുന്നതിനായി ജീവനക്കാർക്ക് ATM കാർഡ് നൽകും. 50% പ്രൊവിഡൻറ്റ് ഫണ്ട് നിക്ഷേപം വരെ നിങ്ങൾക്ക് ATM വഴി പിൻവലിക്കാം. പ്രാബല്യത്തിലായാൽ അപേക്ഷകളും രേഖകളും നൽകി കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പലപ്പോഴും സർക്കാർ ജീവനക്കാരുടെ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടുണ്ട്. ഇത് പിൻവലിക്കാൻ വേണ്ടി നമ്മൾ പല കാരണങ്ങൾ എഴുതി പിടിപ്പിക്കും. അച്ഛന് അസുഖം, അമ്മയ്ക്ക് അസുഖം, വീട് നന്നാക്കാൻ, മക്കൾക്ക് പഠിക്കാൻ, അങ്ങനെ പല ക്ലോസുകൾ എഴുതിയാണല്ലോ ആവശ്യമില്ലാതെ പ്രൊവിഡൻറ്റ് ഫണ്ട് നമ്മൾ വാങ്ങുന്നത്. ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമില്ലാതെ എന്നുള്ളതല്ല. ഇതൊക്കെ എന്തിനാണ് എഴുതുന്നത് പലപ്പോഴും നമ്മൾ ആലോചിക്കും. നമ്മൾ കൊടുക്കുന്ന തുക PF-ൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. അത് 50%-ൽ കുറഞ്ഞ തുക നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്നിരിക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാറാണ് പതിവ്. പലപ്പോഴും കള്ളമായിരിക്കും എഴുതുന്നത് ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കാര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വാർത്തയുള്ളത് തന്തൈ പെരിയാർ സ്മാരകം ഇന്ന് തുറക്കും. വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം, EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമയുടെ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. സ്മാരകവും തമിഴ്നാട് സർക്കാർ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി പ്രമാണിച്ച് നടത്തിവരുന്ന പരിപാടികളുടെ സമാപനവും 10-ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ MK സ്റ്റാലിൻ കേരളത്തിലെത്തിയിരുന്നു. MK സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ ഹോട്ടലിലാണ് താമസിച്ചത്. ഇന്നലെ MK സ്റ്റാലിൻ വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നതിനിടയിൽ വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ടിൽ ഒരു സായാഹ്ന സവാരി നടത്തുന്ന ദൃശ്യം
മലയാള മനോരമ ദിനചിത്രം എന്ന പേരിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മനോഹരമായ ചിത്രമാണ്. വെള്ള ഷർട്ടൊക്കെ ഇട്ട് സായാഹ്നം വേമ്പനാട്ടുകായലിൽ ആസ്വദിക്കുകയാണ് നമ്മളുടെ MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി. ഇനി മാധ്യമത്തിലേക്ക് എത്തിയാൽ, മാധ്യമത്തിൽ സ്കൂൾ പരീക്ഷ മാറുന്നു. വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, രക്ഷിതാക്കളുടെയും. ഇനി കടുക്കും എന്നാണ് പത്രം പറയുന്നത്. മികവളക്കാൻ കടുപ്പമേറിയ ചോദ്യങ്ങളും. പഠിതാവിന് വെല്ലുവിളി ഉയർത്തുന്ന 20% ചോദ്യങ്ങളുണ്ടാകും. 50% ശരാശരി നിലവാരത്തിലായിരിക്കും. 30% ലളിതമായിരിക്കും. 30% ലളിതമുണ്ട്. ജയിക്കാൻ 30%, പിന്നെ ഒരു 50%, ഒരു 20% ഉണ്ടെങ്കിൽ കാര്യം നടക്കുവേ എന്നുള്ളതായിരിക്കും വിദ്യാർത്ഥികൾ കരുതുക. നോക്കൂ, സംസ്ഥാനത്തെ സ്കൂൾ പരീക്ഷകളുടെ ചോദ്യരീതി മാറുന്നു. ചോദ്യങ്ങളിൽ 20% പഠിതാവിന് വെല്ലുവിളി ഉയർത്തുന്നതും 50% ശരാശരി നിലവാരത്തിലുള്ളതും 30% ലളിതവുമായിരിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി അഥവാ SCERT തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരമായിട്ടുണ്ട്. നോക്കൂ, A+ നേടുന്നവരുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും അധികം A+കാരെയും Aക്കാരെയൊക്കെ സൃഷ്ടിച്ചു വിട്ടിട്ട് എന്ത് പ്രയോജനം എന്നൊരു ചോദ്യമാണ്. A+ പ്രളയം അവസാനിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷാ ചോദ്യങ്ങൾക്ക് 3 തലം നിശ്ചയിക്കുന്നതോടെ പൊതുപരീക്ഷകളിലെ A+ പ്രളയം അവസാനിക്കും. മികവുള്ള വിദ്യാർത്ഥികൾ മാത്രം A+ലേക്ക് എത്തുന്ന രീതിയിലാണ് ചോദ്യങ്ങളുടെ സ്വഭാവം നിർണ്ണയിച്ചിരിക്കുന്നത്. പുതിയ A+ പഴയ A+ ആയിരിക്കില്ല. പുതിയ A+, A++ ആയിരിക്കും എന്നർത്ഥം. അതായത് ആ 20% കട്ടിയേറിയ ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ മാത്രമേ A+ലേക്ക് വിദ്യാർത്ഥികൾ വരികയുള്ളൂ. ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിലും അടുത്ത വർഷം 8ലും 9ലും തൊട്ടടുത്ത വർഷം 8, 9, 10 ക്ലാസ്സുകളിലും ഈ രീതി നടപ്പാക്കും. പഠനത്തിൽ മികവുള്ള കുട്ടികളെ കൃത്യമായി കണ്ടെത്താൻ കഴിയുമെന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്ന ചോദ്യപേപ്പർ രീതിയുടെ പ്രധാന മേന്മയായി ചൂണ്ടിക്കാട്ടുന്നത്. ഇനി അത്ര എളുപ്പമായിരിക്കില്ല പരീക്ഷ. 20% നല്ല കടുകട്ടിയുള്ള ചോദ്യങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കരുതി വെച്ചോണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എത്ര കടുപ്പമാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് പഠിച്ചു പോകുന്ന മിടുക്കന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള മിടുക്കന്മാരായി മാറുക. ഇനി ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ, ഇന്നലെ കണ്ണൂരിൽ കണ്ട തെരുവിൽ തല്ലാണ് പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് പത്രം കൊടുത്തിരിക്കുന്നത്. തെരുവിൽ തല്ലി കോൺഗ്രസ് എന്നാണ് പത്രം കൊടുത്തിരിക്കുന്നത്. പയ്യന്നൂരിൽ KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിക്കിടെ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജനെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന ഒരു ദൃശ്യം കൂടി പത്രം ആദ്യ പേജിൽ നൽകുന്നു. ദേശാഭിമാനി. മാടായി കോളേജ് നിയമന തർക്കമാണ് വിഷയം. MK രാഘവൻ MP ചെയർമാനായ പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള മാടായി കോളേജിലെ നിയമന തർക്കം തെരുവിലേക്ക്. അതും ഏറ്റുമുട്ടൽ VD സതീശൻ ജില്ലയിലെത്തിയ ദിവസമാണെന്ന് പ്രത്യേകം റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പയ്യന്നൂരിലും പഴയങ്ങാടിയിലും കോൺഗ്രസുകാർ ഏറ്റുമുട്ടി. പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജനെ കയ്യേറ്റം തടയാൻ ശ്രമിച്ച KSU സംസ്ഥാന നിർവാഹക സമിതി അംഗം ആകാശ് ഭാസ്കറിനും മർദ്ദനമേറ്റു എന്നാണ് പത്രം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, വെറ്റിനറി കോളേജിൽ യൂണിയൻ പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ വെറ്റിനറി കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ SFI വൻ വിജയം നേടി എന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ കൊടുക്കുന്നു. മറ്റൊന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 32 കേസെടുത്തു എന്ന വാർത്തയും ദേശാഭിമാനിയുടെ ആദ്യ പേജിലുണ്ട്. ഞാൻ കൗതുകമായി നോക്കിയത് ഇന്നലെ നടന്ന 32 വാർഡുകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വാർത്ത എങ്ങനെയാണ് ദേശാഭിമാനി കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? 9 സിറ്റിംഗ് വാർഡുകൾ LDFിന്റെ കയ്യിലുണ്ടായിരുന്നത് UDF പിടിച്ചെടുക്കുകയും 3 പഞ്ചായത്തുകൾ LDFിന് നഷ്ടപ്പെടുകയും ചെയ്തു. ആ വാർത്തയെ ദേശാഭിമാനി എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു? ആദ്യ പേജിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് 5 വാർഡ് LDF പിടിച്ചെടുത്തു എന്നാണ് തലക്കെട്ട്. അപ്പോൾ 3 പഞ്ചായത്ത് പോയതോ? അത് പത്രത്തിൽ വലിയ തലക്കെട്ടല്ല, വാർത്തയുമല്ല. അത് ദേശാഭിമാനിയാണ്, പാർട്ടി പത്രമാണ്, നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇനി ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ, പാർലമെന്റ് സീസ് കവോസ് അമിഡ് BJP കോൺഗ്രസ് തസിൽ എന്ന തർക്കമാണ്. Lok Sabha sees disruptions over Congress leaders raising Manipur issue. Both houses witnessed BJP leaders accusing the opposition party of association with American billionaire investor Soros. BJP അമേരിക്കൻ നിക്ഷേപകനായ സോറോസിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെ നേരിടുന്നു. കോൺഗ്രസ് ലോക്സഭയിൽ ചെയ്തത് മണിപ്പൂർ വിഷയം ഉയർത്തിക്കൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും ശക്തമായി ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. അതിൻ്റെ ഫലമോ തുടർച്ചയായി പാർലമെന്റ് സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു എന്നുള്ളതാണ്. ദ രാജ്യസഭ failed to function on Wednesday with uproar from Thursday Treasury and opposition benches over the no confidence notice against House Chairman Jagdeep Dhankar, while Lok Sabha witnessed repeated adjournment and sparing debates getting off to a smooth start following a meeting between Speaker Om Birla and Leader of Opposition in the Lok Sabha Rahul Gandhi.
അപ്പോൾ പാർലമെൻറ്റ് തുടർച്ചയായിട്ട് സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. രാജ്യസഭയിൽ ജഗദീപ് ധൻഖറിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയമുണ്ട്. ലോക്സഭയിൽ പല പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സഭാ നടപടികളിൽ വലിയ പ്രതിഷേധമുയർത്തുന്നത്. അതോടെ സഭാ നടപടികൾ പലതും നേരത്തെ നിശ്ചയിച്ച് പിരിയേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒപ്പോസിഷൻ ലൈക്സ് ടു മൂവ് ഫോർ റിമൂവൽ ഓഫ് ഹൈക്കോടതി ജഡ്ജ് എന്ന വാർത്തയുണ്ട്. അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയാണ്. ദ ഒപ്പോസിഷൻ ഈസ് സെറ്റ് ടു ഫയൽ എ മോഷൻ ഇൻ ദ രാജ്യസഭ ഫോർ റിമൂവൽ ഓഫ് അലഹാബാദ് High Court Judge Shekhar Kumar Yadav, whose controversial comments on a uniform civil code and Muslims at a Vishwa Hindu Parishad event triggered a major row with even Supreme Court seeking a report from High Court. സുപ്രീം കോടതി പോലും ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയ വിഷയത്തിൽ രാജ്യസഭയിൽ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങാൻ ഇപ്പോൾ ഓപ്പോസിഷൻ തീരുമാനിച്ചിരിക്കുന്നു. രാജ്യസഭയിലായിരിക്കും ആദ്യം ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരിക. യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിൽ ഒരു ജഡ്ജിയുടെ പദവിക്ക് നിരക്കാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. വർഗീയമായ ചില പരാമർശങ്ങൾ അദ്ദേഹം VHP സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തി എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകളായി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഉപവാർത്തകളുണ്ട്, ആ വാർത്തകളിലേക്ക് ഞാൻ വളരെ വേഗം മടങ്ങിയെത്താം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടുകാപ്പിയും ചൂടുവാർത്തയുമായി കൊടങ്ങിയാൽ മറ്റു ചില വാർത്തകളുള്ളത്. ചാവേർ സ്ഫോടനത്തിൽ അഫ്ഗാൻ മന്ത്രി ഖലീൽ ഹഖാനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഫ്ഗാൻ അഭയാർത്ഥി വകുപ്പ് മന്ത്രി ഖലീൽ റഹ്മാൻ ഹഖാനിയും മറ്റാറ് പേരും ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സ്ഫോടനം. താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം കൊല്ലപ്പെടുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഖലീൽ റഹ്മാൻ ഹഖാനി. താലിബാനിലെ പ്രബലമായ ഹഖാനി വിഭാഗത്തിന്റെ മുതിർന്ന നേതാവും ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹഖാനിയുടെ അമ്മാവനുമാണ്. US ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി $50 ലക്ഷം തലയ്ക്ക് വിലയിട്ടിരുന്നു. അങ്ങനെ ഹഖാനിയെ കൊല്ലപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ചാവേർ സ്ഫോടനമാണ്, അതുകൊണ്ട് ആത്മഹത്യാ സ്ഫോടനമായതുകൊണ്ട് $50 ലക്ഷം ആർക്കെങ്കിലും കിട്ടിയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വാർത്തയും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 LDF പഞ്ചായത്തുകൾ പിടിച്ചെടുത്തു UDF. ആകെ 33 വാർഡുകളിൽ UDF 17, LDF 11 എന്നതാണ് നില. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDFന്റെ 3 പഞ്ചായത്തുകളിൽ UDF ഭരണം തിരിച്ചുപിടിച്ചു. തൃശൂർ നാട്ടിക, ഇടുക്കി കരിമണ്ണൂർ, പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തുകളിലാണ് LDFനെ അട്ടിമറിയിലൂടെ മറികടന്ന് ഓരോ സീറ്റുകൾക്ക് UDF ഭരണം പിടിച്ചെടുത്തത്. ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു രൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ നിരീക്ഷണം? സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സും അഭിമാനവും ഉണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. ലൈംഗിക അതിക്രമം കാട്ടിയെന്നതടക്കം നടി നൽകിയ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സും അഭിമാനവും ഉണ്ടെന്ന് എല്ലാവരും ഓർമ്മിക്കണമെന്ന് കോടതി പറഞ്ഞു. പരാതി നൽകാൻ 17 വർഷം വൈകിയതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തത്. എന്തായാലും അതിൽ നല്ലൊരു നിരീക്ഷണമാണ് നടത്തിയത്. പലപ്പോഴും ഇതെല്ലാം ദുരുപയോഗം ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും ഇന്നലെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. പലപ്പോഴും ഈ സ്ത്രീ പീഡന കേസുകളും ഗാർഹിക പീഡന കേസുകളും കുടുംബാംഗങ്ങളിൽ, പ്രതിയല്ലാത്ത കുടുംബാംഗങ്ങളെ പോലും ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം പെൺകുട്ടിയുടെ വീട്ടുകാർ എഴുതിപ്പിടിപ്പിക്കുന്നു എന്നതായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് വന്ന നിരീക്ഷണം. അതിൻ്റെ അർത്ഥത്തിൽ എല്ലാ ഗാർഹിക പീഡന കേസുകളും വ്യാജമാണ് എന്നല്ല. അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം, പ്രതി ഉണ്ടാവാം. പക്ഷേ ആ പ്രതിയുമായി ഏതെങ്കിലും തരത്തിൽ മർദ്ദിക്കാത്ത, പീഡിപ്പിക്കാത്ത വീട്ടുകാരെ പോലും പ്രതി ചേർത്തുകൊണ്ടായിരിക്കും കേസ് കൊടുക്കുക. അതൊരു പക തീർക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് എന്നതാണ് നിരീക്ഷണം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ കൊച്ചിയിലെ കേസിൽ, നമ്മുടെ ഈ നടി കൊടുത്ത കേസിൽ നടത്തിയ നിരീക്ഷണവും ശ്രദ്ധേയമാണ്. അന്തസ്സുണ്ട് കേട്ടോ, അന്തസ് എന്നുള്ളതാണ്. ആ വാക്ക് പ്രേക്ഷകർക്ക് പരിചിതമായിരിക്കുമല്ലോ. ഒരു നടൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു സിനിമാ ഡയലോഗാണ്. അന്തസ് വേണം ഇവിടെ, അന്തസ് എന്ന് പറയുന്ന പോലെ. അത് പുരുഷന്മാരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.